ഹായ്, സംഗീസ് ഈസി ഫുഡ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോളി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ബോളിയാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഈ വലിയ സ്പൂണാണ്. ഈ സ്പൂണിന് 2 സ്പൂണ് മൈദ മാവാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു സ്പൂണെന്ന് പറയുന്നത് ഒരു 50 ഗ്രാം മാവ് വരും കേട്ടോ. അങ്ങനെ 100 ഗ്രാം മൈദ മാവ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സ്പൂണിൻ്റെ ഹാഫിന് നമുക്ക് കടലമാവ്, അതായത് 25 ഗ്രാം കടലമാവും വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ബോളിക്ക് മഞ്ഞ കളറല്ലേ, അപ്പോൾ ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ശുദ്ധമായതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതോ മായമൊന്നും അല്ല, വീട്ടിൽ തന്നെ മഞ്ഞൾ കഴുകി ഉണക്കി പൊടിച്ചതാണ്. പിന്നെ നമ്മൾ മധുരമുള്ള ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഒരു പിഞ്ചിന് ഉപ്പിടണം, അങ്ങനെ ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് വേണം, 2 ടീസ്പൂൺ ഫുള്ളായിട്ട് നെയ്യ്. അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാര. 2 ടീസ്പൂൺ പഞ്ചസാര എന്നുള്ളത് നിങ്ങൾക്ക് മധുരം ആവശ്യം അനുസരിച്ച് ഇടാം. 5 സ്പൂണും 6 സ്പൂണും ഒക്കെ മധുരം എത്രത്തോളം താല്പര്യമുണ്ടോ അതനുസരിച്ച് ഇടാം. 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലിട്ടത് എനിക്കിപ്പോൾ ഇവിടെ മധുരം ആവശ്യത്തിന് മതി. മധുരം കുറവാണ് എല്ലാവർക്കും വേണ്ടത്, അപ്പോൾ മധുരം ഓവർ ആവരുതല്ലോ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. ആവശ്യത്തിനുണ്ട് കേട്ടോ 2 ടീസ്പൂൺ ഇട്ടിട്ട്. അതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുഴയ്ക്കാനായിട്ട് പാലാണ് വേണ്ടത്. അപ്പോൾ പാലിനെ കാച്ചി ഒരു കൊച്ചു കപ്പിന് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴയ്ക്കണം. അപ്പോൾ കുഴച്ച് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ മാവ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷം നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ച് നല്ല മയത്തിന് തൊടുമ്പം തന്നെ മാവിങ്ങനെ താന്നു പോകണം. കണ്ടോ, ഇതുമാതിരി നല്ല മയത്തിന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനായിട്ട് മീതെ കുറച്ച് നെയ്യും കൂടി ഒന്ന് പുരട്ടിയിട്ട് നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു അടപ്പ് വെച്ചോ അടച്ചങ്ങ് വയ്ക്കാം. ആ ഇരിക്കുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടാം. സംഗീസ് ഈസി ഫുഡ്സാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ബെൽ ബട്ടൺ അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇനി നമ്മുടെ ബോളിക്ക് ഇനി അടുത്ത് വേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു ഫില്ലിങ്സ് വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പഴുത്തത്. അതിനെ നല്ലതുപോലെ ഒന്നും കൂടി വേവിച്ച് തണുത്തതിന് ശേഷം കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരുവിധം ആക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇടണം. അപ്പം ഈ പഴത്തിൽ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാവിന് 2 ടീസ്പൂൺ ഇട്ട് ഇതിലും 2 ടീസ്പൂൺ ഇടുമ്പോൾ നമുക്കിവിടെ 4 ടീസ്പൂൺ ആവും. ആവശ്യത്തിനുള്ള മധുരമുണ്ട്. പക്ഷേ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇനിയും പഞ്ചസാര ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നെയ്യും ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി പൊടിച്ചതുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഏലക്ക ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്കിത് ഫില്ലിങ്സ് ആക്കാനുള്ളതാണ്, മാവിനകത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല മയത്തിന് തന്നെ ഉടച്ച് കിട്ടണം, എന്നാൽ മാത്രമേ മാവിനകത്ത് അതിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് മാവിൽ നിന്ന് ചാടി വരും. നമ്മുടെ മാവ് കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഒന്നിങ്ങനെ പരത്തി എടുക്കണം, കുറച്ചൊന്ന് വിരിച്ചെടുക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് ഈ നമ്മളുടെ തുറു വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പഴത്തിൻ്റെ, അത് നമുക്ക് വെക്കണമെങ്കിൽ നമ്മൾ മാവിനൊന്ന് പരത്തി ചപ്പിച്ച് വെക്കണം. എന്നിട്ട് അതിനകത്ത് നമുക്കിത് ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ ഫില്ലിങ്സ് എടുത്ത്
നല്ലതുപോലെ അതിനകത്തോട്ട് വെച്ച് മാവിങ്ങനെ മടക്കി മടക്കി അകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ബോളാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തും മാതിരി ഒന്ന് പരത്തിയെടുക്കണം. പക്ഷേ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് പരത്തരുത് കേട്ടോ. ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ചിരിക്കുന്ന കാരണം അത് പൊട്ടി പുറത്തോട്ട് വരും മാവും കടന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പതുക്കെ പൂ പോലെ വലിയ ഷേപ്പൊന്നും കിട്ടത്തില്ല കേട്ടോ. വലിയ റൗണ്ടോ വലുതായിട്ടോ ഒന്നും കിട്ടത്തില്ല. ഒരുവിധം ഞാൻ അതിനെ വലുതാക്കാൻ ശ്രമിച്ച് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ഒന്ന് അങ്ങനെ പരത്തിയെടുക്കണം. അത് ഇതിൽ വലിയ ഈ ബോളിയിൽ അങ്ങനെ ഷേപ്പിലൊന്നും കാര്യമില്ല കേട്ടോ. എൻ്റെ ടേസ്റ്റാണ് കിടിലം. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ഒരു പാൽപ്പായസവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പോൾ ഈ ഒരു ബോളിയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊരു പാൽപ്പായസം കൂടി ഉണ്ടാക്കിയാൽ ബോളിയും പാൽപ്പായസവും, അതും വെറൈറ്റി ബോളിയാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ. എളുപ്പവുമാണ്, ടേസ്റ്റുമാണ്. വീട്ടിൽ പഴമൊക്കെ ഇരുന്ന് പഴുത്ത് കുട്ടികളൊന്നും കഴിക്കാതെ കളയണേക്കാട്ടിയും ആ പഴം എടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്താൽ കുട്ടികളും കഴിക്കും, വലിയവരും കഴിക്കും, എല്ലാവരും കഴിക്കും. അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. ഇങ്ങനെ ഒരുവിധം ഞാൻ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം ഒരുവിധം ഞാൻ സൈസിനാക്കി എടുക്കുവാണ്. തീരെ അങ്ങ് ചപ്പിയാലാണെങ്കിൽ പഴം പുറത്ത് ചാടും. അതുകൊണ്ട് അത്രയും ആക്കാൻ പറ്റില്ല. നമ്മളെ സാധാരണ ബോളി പോലെ നൈസല്ല, ഇത് കുറച്ച് കട്ടിയാണ്. കാരണം അകത്ത് ഫില്ലിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് അതിനെ ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് തവയിൽ നമ്മൾ കുറച്ച് നെയ്യാണ് പുരട്ടുന്നത്. കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ബോളി റെഡിയായി. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? പെട്ടെന്ന് കാര്യം കിട്ടിയില്ലേ? ബോളി ആയില്ലേ? ഒരു വെറൈറ്റി ബോളിയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പായസവും കൂടി. ഇപ്പോൾ മഴ സീസണൊക്കെയാണ്, ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പം വൈകിട്ടാകുമ്പോൾ ഇതുപോലൊരു ബോളിയും ഒരു പായസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടണം. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡുകളും അതും അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടാം. ഞാൻ എൻ്റെ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ബായ്. ഞാൻ എടുത്ത ആ മാവിന് എനിക്കൊരു 5 ബോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്, ടേക്ക് കെയർ.